സാംസ്കാരികപരമായും പൗരാണികപരമായും കാശ്മീരിൻ്റെ പ്രത്യേകതകൾ ഓർമ്മിപ്പിച്ച് കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ ഉത്തര ദക്ഷിണ ഭാരതത്തിനിടയിലെ കാശ്മീർ ശൈവതന്ത്രം ത്രിദിന സെമിനാർ. കാശ്മീർ ഒരു രാഷ്ട്രീയ പ്രശ്നമായും ഒരു സുരക്ഷാ ചോദ്യമായും ഒരു തർക്ക മേഖലയായി മാത്രം ചുരുക്കേണ്ടതല്ല എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു സെമിനാറിന് തുടക്കം കുറിച്ചത്. പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ സിദ്ധു പി അൽഗോൾ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കാശ്മീരിന്റെ സാംസ്കാരിക, ആധ്യാത്മിക, ദാർശനിക പാരമ്പര്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഉത്തര ദക്ഷിണ ഭാരതത്തിനിടയിലെ കാശ്മീര ശൈവതന്ത്രം സെമിനാർ. തെരഞ്ഞെടുത്ത വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിപുലമായ രീതിയിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാർ ക്രമസിദ്ധാന്തം, ഈ ക്രമസിദ്ധാന്തം കാശ്മീരി ശൈവിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാർശനിക സമ്പ്രദായമാണ്. അല്ലെങ്കിൽ ഒരു സുരക്ഷാ സംബന്ധമായ ഒരു പ്രശ്നം എന്ന നിലയിൽ മാത്രമല്ല, അതിനപ്പുറത്ത് അതിനൊരു സാംസ്കാരിക, ആധ്യാത്മിക, ദാർശനിക തലമുണ്ട്. യോഗശാസ്ത്രത്തിൻ്റെ ഒക്കെ പരമമായ ഗവേഷണം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫിലോസഫിക്കൽ ക്രൂസിബിളാണ് കേരളം. ഈ നിലയിൽ വേണം ഇതിനെയെല്ലാം കാണാൻ എന്നതാണ് ഈ ചർച്ചയിലൂടെ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട പ്രമേയം തന്നെ അതാണ്. നവരാഷ്ട്രവാദവും ബഹുരാഷ്ട്രവാദവുമല്ല നമുക്ക് വേണ്ടത്, ചിരരാഷ്ട്രവാദമാണെന്ന് കൂടി ഊന്നി പറയുകയായിരുന്നു സെമിനാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബഹുരാഷ്ട്രവാദം. ആദ്യം നവരാഷ്ട്രവാദികൾ, നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ, കമ്മ്യൂണിസ്റ്റുകാരുടെ ബഹുരാഷ്ട്രവാദം. ഇതിനെല്ലാം അപ്പുറത്താണ് യഥാർത്ഥ രാഷ്ട്രസങ്കല്പം. അതൊരു ചിരരാഷ്ട്രവാദമാണ്. അതാണ് യഥാർത്ഥ ദേശഭക്തർ ഉയർത്തിപ്പിടിക്കുക. ഓരത്തിലേക്ക് ചവിട്ടി ഒതുക്കിയിട്ടാണ് ഈ കൃത്രിമമായ, ശിഥിലീകരിക്കുന്ന, പലതാക്കി മാറ്റുന്ന നവരാഷ്ട്രവാദികളും ബഹുരാഷ്ട്രവാദികളും അരങ്ങിൽ ആടി തിമിർക്കാണ് ഇന്നത്തെ കാലത്ത് സ്വന്തം പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ച് കേരളം പോലുള്ള സ്ഥലത്ത്. അതിനെ വൈചാരികമായി തന്നെ നേരിടേണ്ടതുണ്ട് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ സംഘാടകർ, ഈ സെമിനാറിൻ്റെ സംഘാടകർ ഇത്തരമൊരു പരിപാടി വെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാശ്മീരില്ലാത്ത ഭാരതം അപൂർണമാണെന്നും ഭാരതം എന്ന ആശയമില്ലാത്ത കാശ്മീർ അപകടകരമാണെന്നും മുഖ്യ പ്രഭാഷണം നടത്തിയ ജെ നന്ദകുമാർ ഓർമ്മപ്പെടുത്തുന്നു. കാശ്മീരം ഇല്ലാത്ത ഭാരതം അപൂർണമാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ശ്രേഷ്ഠമായ ഭാരതീയ ദർശനമില്ലാത്ത കാശ്മീരം എന്നും അപകടകരായിരിക്കും എന്നും പറയുന്നു. JNUവിലെ പ്രൊഫസർ രജനീഷ് കുമാർ മിശ്ര, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിലെ അജയകുമാർ സിംഗ്, അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഡയറക്ടർ രാമാനന്ദ് തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. ത്രിദിന സെമിനാർ 16-ാം തീയതി സമാപിക്കും. ജനം, കാസർഗോഡ്.